ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി 2014-16 ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം രണ്ടാമട്ടും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നു. 16 മുതൽ 21 വരെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം തിളങ്ങി. 82-87 വർഷങ്ങളിലും 2011 മുതൽ 26 വരെ ഹരിപ്പാടിനെ നിയമസഭയിൽ പ്രതിനിധീകരിച്ചു. ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിപ്പാട് നിന്ന് 23,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം ജയിച്ചു കയറിയിരിക്കുന്നത്. റെക്കോർഡുകളുടെ ഒരു തോഴൻ തന്നെയാണ്. വളരെ കുറഞ്ഞ പ്രായത്തിൽ തന്നെ ക്യാബിനറ്റ് മന്ത്രി പദവി ലഭിച്ച വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. 26-ാമത്തെ വയസ്സിലാണ് നിയമസഭയിലെ കന്നിക്കാരനായിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ഘട്ടത്തിൽ തന്നെ അവസാനത്തെ 9 മാസം അദ്ദേഹം മന്ത്രിയായി. തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്, കോൺഗ്രസിന്റെ സീനിയർ ആയിട്ടുള്ള നേതാവ്, പരിചയ സമ്പന്നതയുണ്ട്. അപ്പോൾ രമേശ് ചെന്നിത്തല കേരളത്തിന്റെ ആഭ്യന്തര മന്ത്രി സത്യപ്രതിജ്ഞ ചൊല്ലി അധികാരം ഏറ്റെടുക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. മന്ത്രി പദവിയിൽ ഇതാ സീനിയർ മുഖമാണ്, മന്ത്രി പദവിയിൽ സീനിയർ മുഖം തന്നെയാണ്. ഹരിപ്പാടിന്റെ MLA ആണ്. ഇത്തവണ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ 23,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വി.ഡി. സതീശൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. വളരെ സന്തോഷം നിറയുന്ന, ആഹ്ലാദം ജനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.